എൻ്റെ പൊന്നുപ്പ ത്യാഗങ്ങളേറെ ചെയ്തു ശരീരവും മെലിഞ്ഞു പോയി രോഗമിന്ന് ബാക്കിയായി കിടന്നിടുന്നു കട്ടിലിൽ വർഷങ്ങളാൽ എൻ്റെ ഉപ്പ കിടന്നു പോയേ. നമുക്ക് വേണ്ടി നേരം വെളുത്ത് പള്ളിയിൽ നിന്ന് വിളിക്കാൻ ഹയ്യാല സ്വലാ അസ്സലാത്തു ഖൈറും മിനൻ നൗം ബാങ്കിന്റെ ധ്വനി കേട്ടപാടെ ഇരിക്കണ ഉപ്പമാർ എഴുന്നേറ്റു. പാടത്തും പറമ്പത്തും ജോലിക്ക് പോയി. അവരന്ന് എഴുന്നേക്കാൻ പറ്റണില്ല, ശരീരവേദനയാണ്, നൊമ്പരാണ്, പനി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരവിടെ കിടക്കൂല, എഴുന്നേക്കാൻ. എന്തിനെന്നറിയോ? അള്ളാഹിന്റെ കുട്ടി, അള്ളാഹിന്റെ മകൾ വളർന്നു വരാൻ. ആ മകൾ ഒരുത്തൻ്റെ കൈ പിടിച്ചേൽപ്പിക്കണം, കിടന്നാൽ പറ്റില്ല. എൻ്റെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, മദ്രസയിലെ ഖായിദകൾ മേടിക്കണം, പാഠപുസ്തകങ്ങൾ മേടിക്കണം. അതുകൊണ്ട് അല്ലാഹ് എഴുന്നേറ്റ്. എത്ര പനി പിടിച്ച് നമുക്കാണെങ്കിൽ മക്കൾ പനി പിടിച്ചാൽ വാപ്പ വന്നിട്ട് മോൻ്റെ നെറ്റിത്തിളത്ത് കൈവച്ച് നോക്കും. എന്നിട്ട് അവർ ജോലിക്ക് പോകും. എന്തിനെന്നറിയാം? അവരുടെ പള്ള നിറയ്ക്കാനല്ല, അവരുടെ വയറ് നിറയ്ക്കാനല്ല. പിന്നെ ഈ പാവപ്പെട്ട ആൺമക്കൾ പെൺമക്കൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് കടന്നുപോയ ബാപ്പ ഇന്ന് ആ ബാപ്പയുടെ താടി രോമങ്ങൾ നരച്ചു, ശരീരങ്ങളൊക്കെ ചുക്കുചുളുഞ്ഞു. വീട്ടിൻ്റെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ അന്ന് മുത്തം കൊടുത്ത മക്കൾ അല്ലേ? നമ്മുടെ ചെറുപ്പകാലത്ത് ബാപ്പ വരുമ്പോ പാടത്തും പറമ്പത്തും ജോലി ചെയ്തിട്ട് വരുമ്പോ ബാപ്പാന്റെ കവളിൽ അഴുക്ക് പിടിച്ച ശരീരത്ത്, ആ ചെളിയുള്ള ശരീരത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ കവളിൽ മുത്തം കൊടുത്ത് മിഠായി മേടിച്ച് കഴിച്ചിരുന്നു. അന്ന് വാപ്പാന്റെ വിയർപ്പിന് അത്തറിന്റെ സുഗന്ധായിരുന്നു. അന്ന് വാപ്പാന്റെ വിയർപ്പിന് നല്ല സ്പ്രേയുടെ സുഗന്ധായിരുന്നു. മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ ഈ പ്രിയപ്പെട്ട ബാപ്പക്ക് പിന്നെ ദുർഗന്ധമായി മാറി. മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറ്റും. സ്വന്തമായിട്ട് അവനിക്ക് ബിസിനസ് ഉണ്ട്, ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, ബിടെക്കും ബികോമും എല്ലാം പഠിച്ചിട്ടുണ്ട്. അവൻ വലിയ വലിയ മുതലാളിയാണ്. പക്ഷേ അത് അങ്ങനെ മുതലാളിയായെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പയെ തള്ളിപ്പറയാൻ പറ്റോ? ഒരിക്കലുമില്ല, ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റൂല. വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ള, നമ്മുടെ അതേ പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള ആളുകൾ വീട്ടിൽ വരുമ്പോൾ വയസ്സായ ഉപ്പയോട് ചില മക്കൾ പറയും, ബാപ്പ നല്ല നല്ല ആളുകളാ വരാ, നിങ്ങൾ ഈ പൊട്ടത്തരം കാണിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. ഒരിക്കലും ഒരു കുട്ടിയും ഒരു മകനും ഒരു ഉപ്പയോട് പറയരുത്. അവർ വന്നോട്ടെ. ഞാൻ ഇന്നും എൻ്റെ നാട്ടിൽ വാതിന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പയെ കൂട്ടിയിട്ടാ പോവല്. അതൊരു സന്തോഷമാണ്. ഇപ്പോഴും ഇന്നും ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പും എൻ്റെ ഉപ്പയെ കൂട്ടി വാതിന് പോയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെന്തും വിളിച്ചു പറഞ്ഞോട്ടെ, എൻ്റെ ഉപ്പയൊക്കെ പറ്റി എനിക്കറിയാം. ചിലപ്പോൾ ഇതേ